പട്ടയമുള്ളവരെ കയ്യേറ്റക്കാരാക്കിയുള്ള വനം വകുപ്പ് രേഖകളെ തള്ളാതെ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. വനം വകുപ്പ് രേഖകൾ ഔദ്യോഗികമെന്ന് വ്യക്തമാക്കിയ മന്ത്രി ആരെയും കുടിയിറക്കില്ല എന്നാണ് പറയുന്നത്. സർക്കാർ നിലപാടിൽ കടുത്ത ആശങ്കയിലാണ് മലയോര ജനത. 1977 ജനുവരി 1 ശേഷമുള്ള ആളുകളെയെല്ലാം കയ്യേറ്റക്കാരായാണ് വനംവകുപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വനംവകുപ്പിന്റെ മൂന്നാർ ഡിവിഷനിലെ നേര്യമംഗലം, അടിമാലി ഫോറസ്റ്റ് റേഞ്ചുകളിലുള്ള 978 കുടുംബങ്ങളെയാണ് വനംവകുപ്പ് കയ്യേറ്റക്കാരാക്കിയിരിക്കുന്നത്. ഇതിൽ പട്ടയമുള്ള വ്യക്തികളുമുണ്ട്. വനംവകുപ്പിന്റെ കയ്യിൽ രേഖകളൊന്നുമില്ലാതെ തന്നെ പ്രദേശത്തെ 1093 ഹെക്ടർ ഭൂമി കയ്യേറ്റമാണെന്ന കണക്ക് നേരത്തെ വനംവകുപ്പ് മന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മലയോര ജനതയെ ഒന്നാകെ ആശങ്കയിലാക്കുന്ന രേഖകൾ പുറത്തുവന്നത്. ഇതോടെ ഭൂമിയിൽ നിന്നും കുടിയിറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് കുടുംബങ്ങൾ. വിഷയത്തിൽ എന്ത് പരിഹാരമെന്നതിൽ മന്ത്രിക്കും വ്യക്തമായ ഉത്തരമില്ല. ആ പ്രശ്നങ്ങൾ വനംവകുപ്പ് മാത്രമായി തീർക്കേണ്ടതായിരിക്കുമല്ലോ. ഇപ്പൊ നിങ്ങൾ പട്ടയമായിട്ട് ബന്ധപ്പെട്ട് പട്ടയം കിട്ടിയെങ്കിലും അവരിപ്പോഴും കുടിയേറ്റക്കാരായിട്ടാണ് കാണുന്നത് എന്നാണ് ഇപ്പം പറഞ്ഞതിന്റെ കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്. കയ്യേറ്റക്കാരായിട്ടാണ് കാണുന്നത് എന്നാണ് നിങ്ങൾ പറഞ്ഞ വിഷയം. ആ വിഷയത്തെ പറ്റി ഞാൻ അങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ പട്ടയം ലഭിക്കുക കയ്യേറ്റക്കാരാണ്. അത് ഒരു രണ്ട് സമീപനമാണ്. ആ രണ്ട് ഒരു ഗവൺമെന്റിന് പറ്റുന്നതല്ല, രണ്ടിലൊന്നാകണം. അതിനെന്താണ് ആവശ്യമായ നടപടികൾ ഇന്ന് നാളെ ഞാൻ പിന്നെ റവന്യൂ മന്ത്രിയെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഞങ്ങൾ തമ്മിൽ ഇരുന്ന് ആലോചിച്ച ശേഷമല്ലേ പരിപാടി. എന്തായാലും അങ്ങനെ രണ്ടു തരത്തിൽ പാടില്ല. ഏത് സർവേയുടെ അടിസ്ഥാനത്തിലാണ് കയ്യേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കിയതെന്ന ചോദ്യത്തിനും കൃത്യമായി ഉത്തരം നൽകാൻ വനംവകുപ്പ് മന്ത്രിക്ക് കഴിഞ്ഞില്ല. കയ്യേറ്റക്കാരുടെ പട്ടികയിൽ നിന്നും തങ്ങളെ ഒഴിവാക്കണമെന്നുള്ളതാണ് കർഷകരുടെ ആവശ്യം. ജനം, ഇടുക്കി.